കർമ്മ ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മനോഹരമായ വിഷു ആശംസകൾ നേരുകയാണ്. എനിക്ക് തോന്നുന്നു രാവിലെ എല്ലാവരും കണിയൊക്കെ കണ്ടിട്ട് അമ്പലത്തിലൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. എന്തു തന്നെ ആയാലും ഈ വിഷു എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും പുത്തൻ പ്രതീക്ഷകളുടെയും ഒരു തുടക്കമാകട്ടെ. എന്തായാലും ഒരു വിഷു ദിനമായതിനാൽ തന്നെ നമുക്ക് വിഷു വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നാടും നഗരവും ഉണ്ണിക്കണ്ണനെ കണി കണ്ടുകൊണ്ട് ഉണർന്നെഴുന്നേറ്റ് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇന്ന് പുലർച്ചെ മുതൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ 10,000-കണക്കിന് ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയായിരുന്നു ഔദ്യോഗിക കണിക്കാലം. തുടർന്ന് നിർമാല്യവും അഭിഷേകവും ഉൾപ്പെടെയുള്ള പൂജകൾ നടന്നു. ലക്ഷക്കണക്കിന് ഭക്തർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അത്ഭുതപൂർവമായ ജനത്തിരക്ക് അവിടെ കണക്കിലെടുത്ത് ക്ഷേത്ര സുരക്ഷാ ജീവനക്കാർക്ക് പുറമെ തന്നെ വലിയൊരു പോലീസ് സംഘത്തെ പോലും വിന്യസിപ്പിച്ചിരിക്കുകയാണ്. നിയന്ത്രണങ്ങൾ കർശനമാണെങ്കിൽ പോലും തിരക്ക് കുറയുന്ന മുറയ്ക്ക് ഇളവുകൾ നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കണിമഞ്ഞളും കൈനീട്ടവുമായി പുതിയൊരു കാർഷിക വർഷത്തെ വരവേൽക്കുന്ന ആവേശത്തിലാണ് നമ്മൾ മലയാളികൾ ഓരോരുത്തരും. ഇതിനു പുറമെ തന്നെ മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഉൾവനത്തിലെ ആദിവാസി കുടുംബങ്ങൾക്ക് വനപാലകർ ഭക്ഷ്യക്കിറ്റുകൾ നൽകി ഈ വിഷുക്കാലം വേറിട്ടതാക്കിയിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മേൽശാന്തിയും കീഴ്ശാന്തിയും ചേർന്ന് കണി ഒരുക്കുകയും പുലർച്ചെ നട തുറന്നുകൊണ്ട്, അതായത് 4 മണിക്ക് നട തുറന്ന് ആദ്യം തന്നെ അയ്യപ്പനെ കണി കാണിക്കുകയും ചെയ്തു. തുടർന്ന് ഭക്തർക്ക് ദർശനവും തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷു കൈനീട്ടവും നൽകി. എറണാകുളം ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കോഴിക്കോട് തളി മഹാശിവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ പോലും ദർശനത്തിനായി തന്നെ പുലർച്ചെ മുതൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെയെല്ലാം ഒരു വലിയ നീണ്ട ക്യൂ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും മലയാളികൾ വിഷുക്കണി ദർശനത്തിനായി തന്നെ എത്തിയതായും ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, മേടം 1 ചൊവ്വാഴ്ചയായിരുന്നുവെങ്കിൽ പോലും ഇത്തവണത്തെ വിഷു ബുധനാഴ്ച ദിവസമാണ് വരുന്നത്. കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് വിപണികളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഏകദേശം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ചാലയിലും തമിഴ്നാട്ടിൽ നിന്നും മറ്റു വിഭവങ്ങളിൽ നിന്ന് അത് എത്തി. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിഭവങ്ങളടക്കം എത്തിക്കൊണ്ട് കണിയൊരുക്കാൻ ചാല മാർക്കറ്റ് പോലും നിറഞ്ഞു കവിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ കാണാൻ സാധിച്ചത്. 50 മുതൽ 200 രൂപ വരെയായിരുന്നു കൊന്നപ്പൂവിന്റെ വില. അതോടൊപ്പം തന്നെ കണിക്കൊന്നയും പച്ചക്കറികളും ഫലങ്ങളും ഉൾപ്പെടെയുള്ള കിറ്റും ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിൽ വിപുലമായി തന്നെ ഒരുക്കിയിരുന്നു. സാധാരണക്കാർക്ക് ആവശ്യമായി തന്നെ വരുന്ന എല്ലാ സാധനങ്ങളും കുടുംബശ്രീയിലായാലും മറ്റ് എല്ലാ സപ്ലൈകോ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് വിഷു ചന്തകൾ പോലും സജീവമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പുത്തൻ വസ്ത്രങ്ങൾക്കായി തന്നെ തുണിക്കടയിൽ അടക്കം വലിയ തിരക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടു. ഇതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് സദ്യയും മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഒത്തുചേരലിന്റെ ഒരു ആഘോഷം തന്നെയായി മാറുകയാണ് വിഷു. അതിനാൽ തന്നെ ഈ വിഷുക്കാലം എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.